അവനൊന്ന് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ്റെ മുമ്പിലുള്ള മണ്ണിൽ എന്തോ ഉള്ളതുപോലെ തോന്നി. അവൻ മെല്ലെ കൈകൊണ്ട് മണ്ണ് നീക്കി. അതെ, അതൊരു മൃതശരീരമാണ്. അവൻ അതിൻ്റെ കൈകളിലെ മണ്ണ് നീക്കിയപ്പോഴാണ് അവൻ ആ കാര്യം മനസ്സിലായത്. അതെ, മാക്കിൻ്റെ ഭാര്യയുടെ കയ്യിലുള്ള അതേ വജ്രമോതിരം. അതെ, മാക്കിൻ്റെ ഭാര്യ അവള് പ്രേതമാണ്. എൻ്റെ അമ്മോ, അവള് പ്രേതമാണ് എടാ എന്നും പറഞ്ഞ് അവൻ ഓടാൻ തുടങ്ങി. ഓടുന്നതിനിടയിൽ അവൻ അറിയാതെ ഒരു തേനീച്ച കൂടി തട്ടിയിട്ടു. അതൊന്നും അവൻ ശ്രദ്ധിച്ചതേയില്ല. അവൻ നേരെ കൂട്ടുകാരുടെ അടുത്തേക്ക് ഓടി. എടാ ഇവനെന്തായി പറയുന്നത്? തേനീച്ച കുത്തിയത് കൊണ്ട് അവൻ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അവൻ ഓടിപ്പോയി ഒരു കടലാസ് എടുത്ത് അതിലെഴുതി. മാക്കിൻ്റെ ഭാര്യ അവള് പ്രേതമാണോ?